ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്രീം ബണ്ണ്. ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പാലെടുക്കാം. തിളപ്പിച്ചാറിയ 1 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പാലിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായ പഞ്ചസാര, അതൊരു 2-3 സ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതി. ഒരുപാട് പഞ്ചസാര ഇടാതിരിക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു മുട്ട ഉടച്ചൊഴിക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്യാം. ഒരു നുള്ളു ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1.5 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് അടച്ചു മൂടി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ ക്രീം നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിപ്പിംഗ് പൗഡറാണ്. വിപ്പിംഗ് പൗഡർ കുറച്ചെടുത്ത് അതിലേക്ക് ഒരു 2-3 നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര പൊടിച്ച് ആഡ് ചെയ്യുക. അതിലേക്ക് കുറച്ച് മിൽക്കും കൂടെ ഒഴിച്ച് നല്ല ക്രീമി അതിനുശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് നമുക്ക് വയ്ക്കാം. നമ്മൾ 20 മിനിറ്റ് മൂടി വെച്ചിരിക്കുന്നത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു കുഴിവുള്ള ഒരു തവി എടുത്ത് അതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ചെടുക്കണം. നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ച് വേണം ഇതിങ്ങനെ ചെയ്യാൻ. കാരണം എണ്ണ തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ. അതെനിക്ക് ഇത്ര ഈസി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ ആ മെത്തേഡ് എനിക്ക് എണ്ണ ദേഹത്ത് തെറിക്കുക എന്നുള്ള പേടി കാരണം ഞാനത് യൂസ് ചെയ്തില്ല. രണ്ടാമത്തെ മെത്തേഡായിട്ട് ഞാനത് നന്നായിട്ട് ഇച്ചിരൂടെ മൈദയിട്ട് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഈ ഒരു റൗണ്ട് ഷേപ്പാക്കി ഇതിലേക്ക് ബൗളാക്കി ഇതിലേക്ക് എണ്ണയിലേക്കിട്ട് അതാകുമ്പോൾ നമുക്ക് ഇച്ചിരൂടെ എളുപ്പമുണ്ട്. മറ്റേത് എണ്ണ കോരിയൊക്കെ ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നന്നായിട്ട് തെറിച്ച് വരും. ഏത് മെത്തേഡ് യൂസ് ചെയ്താലും നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന ഒരു ക്രീം ബണ്ണ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ 2 രീതിയിലും ചെയ്തിട്ടുണ്ട്. 2 രീതിയിലും ചെയ്തതിൽ എളുപ്പം എനിക്ക് തോന്നിയത് നന്നായിട്ട് ഇച്ചിരി ഹാർഡായിട്ട് കുഴച്ചെടുത്ത് ഒരു ചപ്പാത്തിയുടെ അത്ര വേണ്ട, അതിലും കുറച്ചുകൂടെ ലൂസായി കുഴച്ചെടുത്തിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. അത് നമുക്ക് നടുവേ മുറിച്ച് അതിലേക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം.